ഹായ്, ഇന്ന് നമുക്കിത് ഈ ഒരു സ്കെയിലും പിന്നെ ഈ വീതി കുറഞ്ഞ റിബണും വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഈ സ്കെയിൽ എടുത്തിട്ട് ഈ സ്കെയിലിൽ നമുക്ക് ഈ റിബണിനെ കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റ് ചെയ്ത് നമുക്ക് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റിൽ കെട്ടിയതിന് ശേഷം അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ അങ്ങ് നീക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഈ കെട്ടിട്ട ഈ റിബണിനെ നമുക്കിത് ഈ സ്കെയിലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്കിങ്ങനെ നീക്കി കൊടുക്കാം. അധികം നീക്കണ്ട. അതിനുശേഷം നമുക്കിങ്ങനെ വിരലിൽ ചുറ്റി ഈ സ്കെയിലിലേക്ക് ഇട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ചെയ്യുക. ഈ സ്കെയിലിലേക്ക് ഇടുക. കണ്ടില്ലേ? അങ്ങനെ നമുക്ക് ഈ സ്കെയിൽ മുഴുവനായിട്ടും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഫുള്ളാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കുറച്ച് കുറച്ചങ്ങ് നീക്കി കൊടുത്ത് വീണ്ടും ഇത് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ എത്തി. ലാസ്റ്റ് വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കി സ്കെയിലിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഓരോന്ന് ചെയ്യും തോറും അതിങ്ങനെ ലൂസായി വരും. അപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കത്രിക വെച്ചത് വെട്ടിക്കളയാം. ഇനി നമുക്ക് ലൈറ്റർ വെച്ചൊന്ന് അതിനെ ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നമുക്ക് സൂചി ഉപയോഗിച്ചിട്ട് നൂല് ഇതുപോലെ തുന്നി കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഓരോന്നുമേ നമുക്കിങ്ങനെ തുന്നാം. കാരണം ഇത് നമ്മൾ സ്കെയിലിൽ നിന്ന് ഊരുമ്പോൾ വിട്ടുപോരും. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്കെയിലുമോ വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ തുന്നിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എത്തി ഇതിനെ ഇതുപോലെ ചുറ്റി നമ്മളതിനെ കെട്ടിട്ടു. നമുക്കിനി നൂല് വെട്ടിക്കളയാം. അതുപോലെ തന്നെ ബാലൻസ് നിൽക്കുന്ന അതും വെട്ടിക്കളയാം. റിബണും വെട്ടി ഇനി ആ റിബണൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കെയിലിൽ നിന്ന് ഈ റിബണിനെ ഊരിയെടുക്കാം. അപ്പോൾ വളരെ പതുക്കെ നമുക്ക് അതിൽ നിന്ന് ഊരിയെടുക്കാം കേട്ടോ. കണ്ടോ? ഊരിയെടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതുക്കെ ചുരുട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ സൈഡ് നോക്കി അതിനെ സാവധാനത്തിൽ ചുരുട്ടി ഇതുപോലെ എടുക്കാം. ചുരുട്ടി ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ലാസ്റ്റ് എൻഡിൽ നിന്ന് നമുക്ക് കുത്തി ഇനി എങ്ങടേക്കൊക്കെ കുത്തി തുന്നാൻ പറ്റുമോ അതുപോലെ അങ്ങ് കുത്തി തുന്നി ഫുള്ളായിട്ട് നമുക്ക് തുന്നിയെടുക്കാം. വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ചുരുട്ടി വെച്ചത്. അപ്പോൾ ഇങ്ങനെ തുന്നി എല്ലാ സൈഡിലും നമുക്ക് തുന്നി കൊടുക്കാം. അങ്ങനെ നമ്മൾ നൂല് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ?
ഇനി ചെയ്യേണ്ടത് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ റിബൺ ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ റിബണിൻ്റെ അറ്റം ഒന്ന് ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ റിബൺ ഇതുപോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓരോ സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്ത് സാവധാനത്തിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ റിബൺ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ഫ്ലവറിനെ അവിടെ ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.